ഇതെന്താണെന്നറിയോ? കൈ തണുക്കോട്ടാ. ഇതിപ്പോ എന്താ പറയാ, ഇതിനെന്താ പറയാ, പറങ്കി വാങ്ങല്ലേ? സംസാരിക്കില്ല, വീഡിയോ എടുക്കട്ടെ. പറങ്കി വാങ്ങയും കൊണ്ട് ഐസ് ഉണ്ടാക്കിയ പോലെ ഇപ്പൊ മുറിക്കട്ടെ. എന്തിനാ ഇത് നമുക്ക് മുറിച്ചിട്ടേ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്. മുറിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ബലാട്ടതിന്റെ ഉള്ളിലേക്ക്. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടേ ഇത്ര ഇങ്ങനെ ചെറുതാക്കിയാ പോരെ? ചെറുതായിക്കോട്ടെ. അല്ല ഇതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കൂട്ടോ. കടിച്ചാപ്പറച്ചി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതിനെന്താന്ന് വേറെ പേര് പറഞ്ഞല്ലോ, പല്ലുമിലൊട്ടിയോ കണ്ണൊക്കെ പറഞ്ഞല്ലോ, പല്ലുമിലൊട്ടി. പിന്നെ വേറെന്തോ ഒരു പേരും കൂടി പേര് പറഞ്ഞു. സത്യേട്ട വേറെന്തോ ഒരു പേര്. ഗുരുവായൂർ തൃശ്ശൂർ ഭാഗത്തേക്ക് വേറൊരു പേര്. ശർക്കര ഉണ്ടെങ്കിലേ നമുക്ക് ഇതുകൊണ്ട് ഇതുണ്ടാക്കായിരുന്നു, കടിച്ചാപ്പറച്ചി. പിന്നെ കടിച്ചാപ്പറച്ചി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയോന്ന് അറിയില്ല, നമ്മളിവിടെ കടിച്ചാപ്പറച്ചി എന്ന് പറയൂലേ. പിന്നെ ഞങ്ങള് ചെറുപ്പത്തില് പോവട്ടാ, അന്നൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുമല്ലോ അത്. ഇപ്പൊ നമ്മളെ വീടിന്റെ അവിടെ ഉള്ള ആ ഒരു പള്ളിക്കാടില്ലേ, അന്ന് അതിന് എന്തോ ഒരു കണ്ടാറൊടിയോ അല്ല വേറെന്തോ ഒരു ഹംസാക്കാന്റെ അല്ല തൊടിയായിരുന്നു കേട്ടോ അത്. ഞങ്ങൾ എന്നിട്ട് പോവും, ഇത് പഴുത്തത് എടുത്തു തുടർന്നിട്ട് ഇതിന്റെ നീരെടുക്കും. നീര് മൊത്തത്തിൽ എടുത്തിട്ട് ഒരു കുപ്പിയിലാക്കും. കുപ്പിയിലാക്കിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒരു കുഴി എടുത്തിട്ട് കുഴിച്ചിടും. എന്നിട്ട് അതിനിങ്ങനെ നനച്ചെടുക്കും. രാവിലെ വൈകുന്നേരം നനച്ചെടുക്കും. എന്നിട്ട് പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുക. അത് വൈനാണ് പറഞ്ഞിട്ട് ഞങ്ങളത് കുടിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചെറിയൊരു ലഹരി ഉണ്ടാവും സാധനത്തിന്. നല്ല ടേസ്റ്റ് ആവും. അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു ഞങ്ങൾ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയൂല. അവർക്ക് അതിന് സമയമില്ലല്ലോ, ഇപ്പൊ ഫോണത്തോണ്ടല്ലേ സമയമുള്ളൂ. ഇത് കിട്ടാനും ഇല്ല, കിട്ടല്ല അന്നത്തെ മരങ്ങൾ ഇന്നുണ്ട്. നമ്മളിപ്പോ എങ്ങനെ കിട്ടി? അല്ല, അത് അവരവരെ തൊടിയിലില്ലാന്നുള്ളൂ. ഇത് കൃഷി ചെയ്യുന്ന ആളുകളുണ്ടേ. അവിടെ പോയിട്ട് പിന്നെ ഇത് അടിച്ചു മാറ്റുന്നുള്ളതുകൊണ്ടാണ്. കശുവണ്ടിക്ക് നല്ല വിലയാണ്, അപ്പൊ അത് അടിച്ചു മാറ്റി കൊടുത്തിട്ട് അത് വിൽക്കും. അല്ലേ, നമുക്കൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ തൊടിയിലേക്ക് കടക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ അതില്ലല്ലോ. പിന്നെ ഇതേറ്റ് വേറെന്താ പറയാ, എനിക്കൊക്കെ ഒരു നൊസ്റ്റാൾജി ആണെന്നുണ്ടെങ്കിൽ അമ്മ പിന്നെ കാട്ടിലെ അമ്മയും അതുപോലെ അമ്മയുടെ ഫ്രണ്ട്സൊക്കെ കൂടെ വിറകിന് പോകുമ്പോ പിന്നെ ഇതൊക്കെ കൊണ്ടുവരും, വിറക് കെട്ടിൽ വെച്ച് കൊണ്ടുവരും. അത് എങ്ങനെ അറിയോ, ഒരു പിന്നെ വള്ളി എന്തെങ്കിലും എടുത്തിട്ട് അതിന്റെ മുകളിൽ കോർത്തിട്ടാണ് ഇത് കൊണ്ടുവരിക. മാലയാക്കിയിട്ട് എന്നിട്ട് മാലയാക്കിയിട്ടാണ് അവർ കൊണ്ടുവരിക. എന്നിട്ട് അത് അന്നൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ അതിനൊക്കെ അതിനവിടെ സമയം. ഇത് പിന്നെ ഇങ്ങനെ ഉപ്പിട്ടിട്ട് കഴിക്കാം. പിന്നെ അതല്ലാതെ ഇതൊന്ന് വെയിലത്ത് വെക്കുക. ചെറുതായിട്ട് നമ്മള് ഇത് ചെയ്യില്ലേ, വേറൊരു കായ നമ്മളങ്ങനെ ചെയ്യില്ലേ, വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് കഴിക്കണ ഞാവൽപ്പഴം. അതുപോലെ ഇത് ഉപ്പ് മനച്ചിട്ട് ഒരു ഇത്തിരി നേരം ഒന്ന് വെയിലൊള്ളിക്കുക. സൂപ്പറാവും. അതൊക്കെ നമുക്ക് കിട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എത്രത്തോളം ആണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അത് മുറിച്ച് കഴിഞ്ഞിട്ടേ ഇനി ഉണ്ടാക്കുമ്പോ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എന്തായാലും മുറിക്കട്ടെ. വിച്ചെന്താ പറയണേ? ഇതെങ്ങനെയുണ്ട് വിച്ചുവാ? നല്ല വെച്ചുണ്ടോ? ഒന്ന് കഴിച്ചേ, കഴിച്ചിട്ട് പറയാ എങ്ങനെ ഉണ്ടെന്ന്. തണുപ്പാവും. തണുപ്പല്ലോ. ഓന് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അല്ല. ഇത് ഞങ്ങളെ വീട്ടിലൊരു സ്പെഷ്യൽ കുക്കാണ് കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളാണ്. എന്നിട്ട് അത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തിട്ട് അത് ആ പാത്രം തിന്ന് കാലിയാക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആ കാലിപാത്രം അവിടെ വെച്ചിട്ട് ആൾ എങ്ങോട്ടേലും ഓടി രക്ഷപ്പെടില്ല, മെല്ലെ അവിടെ നിന്ന് മാറും. പാത്രം അവിടെ വെച്ച് കഴിഞ്ഞാൽ അമ്മ എടുത്ത് കഴുകി വയ്ക്കാൻ പറയും. അപ്പോൾ അതിന് മെല്ലെ രക്ഷപ്പെടണമാണ് അവിടുന്ന്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ സാധനം. കണ്ടോ, ഉപ്പ് കുറവാണെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ രസമുണ്ടോ? എന്താ ഒന്ന് പിന്നെ തണുപ്പ് കിട്ടോട്ടെ. ഞങ്ങളത് കൊടുത്തിട്ടേ പിന്നെ ഫ്രീസറിൽ വെച്ചു. പിന്നെ അതിൻ്റെ കാര്യം മറന്നു. ഫ്രീസറിൽ വെച്ചിട്ട് അതിൻ്റെ കാര്യം മറന്നപ്പോൾ ഇന്നാണിപ്പോൾ ഞാൻ വൈകിട്ട് പണിയെ പറ്റി വന്നിട്ട് എടുക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് കൊടുന്ന് വെച്ച സാധനമാണ്. അപ്പം ഇനി അത് തണുപ്പ് വിട്ട് ഐസായിട്ടുണ്ട് ചിലതൊക്കെ. മറ്റേ കശുമാങ്ങ എന്ന് പറയില്ലേ ചില സ്ഥലങ്ങളിൽ, പറങ്കിമാങ്ങ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. എന്തായാലും മോള് ഇവിടെ ഇല്ല, അവള് വായിൽ കപ്പലോടുണ്ടെന്നാണ് പറഞ്ഞു ഇവിടെയൊക്കെ. പിന്നെ എന്തായാലും ഇനി ഞങ്ങളിത് കഴിച്ചിട്ട് എങ്ങനെ രസമുണ്ടാവും? വിച്ചുവിൻ്റെ മുഖം നോക്ക്, എങ്ങനെയുണ്ട് വിച്ചോ? ഒരു മിനിറ്റ്.
എന്തൊരു എച്ചത്തിനൊരു ചമർപ്പുണ്ടല്ലോ. അതാ ആ ചന്തി. പിന്നെ കാണിക്കി. അത് പിന്നെ എന്ത് രസം ഉണ്ടാവുമല്ലോ, എന്ത് കിട്ടിയാലും രസം ഉണ്ടാവും. പൊന്നൂനെടുത്ത് വെക്കിട്ടാ. ഉപ്പിട്ടാ ഇനി കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് ഇവിടെ ഇരുന്നോട്ടെ. തണുപ്പൊന്ന് വിട്ടിട്ട് കഴിച്ചാൽ പോലെ. വിട്ടിട്ട് കഴിച്ചാൽ മതി. എന്താ ചേട്ടാക്കി ഞാൻ കഴിച്ചോളാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനത്തെ ഓരോ വിഭവങ്ങൾ ഇടയ്ക്ക് കാണാം. ഞങ്ങളുടെ വേനലായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇവിടെ പറയുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ, അത് ഞാൻ പറയണ്ട, അതാ കഴിച്ചോണ്ടിരിക്കുന്ന ആളുണ്ട്, അവർ പറഞ്ഞോട്ടെ. ഐസ് തിന്നുമ്പോഴേ പറ. സൂപ്പറാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളിയാണ്. ആ പറങ്കി മാങ്ങയുടെ ഒരു മധുരവും എരിവും എല്ലാം കൂടി സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞൊരു ചവർപ്പുണ്ട്, കാരണം നന്നായിട്ടൊന്നും പഴുത്തിട്ടില്ല. നല്ല അടിപൊളിയാണ്. അപ്പം ഇനി ഇതുപോലുള്ള മറ്റു വീഡിയോസുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും